fish on. Yes, fish on. Yes, fish on. ആണോ എന്നാന്നറിയത്തില്ല. Yes, fish on. Yes, fish on. Fish on. ഞാനിപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം 1.5 മാസമായിട്ട് വന്നിട്ട് പക്കായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ലൈനാണ് പരിചയപ്പെടാൻ വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 1.5 മാസമായിട്ടുണ്ട്. എനിക്ക് വന്നപ്പോൾ അതിന് 2 പീസ് റിവ്യൂ തന്നായിരുന്നു. ഒരു പീസ് ഞാൻ ഇത്ര നാൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കാര്യം എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെറുതെ നെഗറ്റീവ് ആവും, പിന്നെ ഫുൾ വിഷയമാവും. അതുകൊണ്ട് ഇതുവരെ റിവ്യൂ ചെയ്യുന്നത് ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ ബ്രൈഡിന്റെ റിവ്യൂസ് കണ്ടു കേട്ടോ. നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത ആൾക്കാരും ഒക്കെ എന്നോട് ഒരുപാട് നല്ല അഭിപ്രായം ഇപ്പം ബ്രൈഡിനെ കുറിച്ച് പറഞ്ഞു. നല്ല ലോങ് കാസ്റ്റിംഗ് ഉണ്ട്, ചെമ്പല്ലേക്ക് പിടിക്കാൻ പോയിട്ട് നല്ല കാസ്റ്റിംഗ് ഉണ്ട്, മീൻ അടിച്ചിട്ട് നല്ല പവർ ഉണ്ട്, അതുപോലെ ചെറുമീൻ പിടിക്കാനും നല്ല കാസ്റ്റിംഗ് എല്ലാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ചെമ്പല്ലി പിടിക്കാനും ചെറുമീനൊക്കെ പിടിക്കാനും ബെസ്റ്റ് ആയിട്ടുള്ള ലൈനാണ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നത്. നമ്മുടെ ലൂ ഡാഡിയുടെ നെവർ ഫെയിൽ എന്ന് പറഞ്ഞ ഒരു 8X Pro എന്ന് പറഞ്ഞ ലൈൻ നമ്മുടെ കയ്യിൽ കേട്ടോ. നല്ലൊരു പ്രീമിയം ലുക്കിലാണ് നമ്മുടെ ലൈൻ വന്നേക്കുന്നത്. നല്ല ഗ്രാഫിക്സ് ആയ ഡിസൈനുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സെറ്റപ്പാണ്. അതുപോലെ ഇവിടെ ആണെങ്കിൽ ലൂ ഡാഡിയുടെ LD എന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ കുറെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈൻ വന്നേക്കെന്ന് പറഞ്ഞാൽ JDM മാർക്കറ്റിൽ ലൈനാണ്, ജപ്പാൻ ലൈനാണ്. ജപ്പാൻ മെറ്റീരിയലെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കും. എല്ലാ സാധനങ്ങളും വണ്ടിയുടെ കാര്യമാണെങ്കിലും അതുപോലെ റീലേ റോഡ് ഇതെല്ലാം ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ലൈനും ഒരു ജപ്പാൻ മെറ്റീരിയൽ ഉണ്ടാക്കിയേക്കുന്ന ലൈനാണ് കേട്ടോ. എന്തൊക്കെയാണ് ഞാനാണെങ്കിൽ നമ്മുടെ ബ്രൈഡ് ലൈൻ അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ ബ്രൈഡ് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി സ്പൂളാണ് നമ്മുടെ ലൈൻ വന്നേക്കുന്നത് കേട്ടോ. ഈ ബോക്സിന്റെ ഡിസൈൻ തന്നെയാണ് നമ്മുടെ സ്പൂളിൽ വന്നേക്കുന്നത് കണ്ടോ. നല്ലൊരു അടിപൊളി ഡിസൈൻ. നെവർ ഫെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ലൂഡാഡി എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 8X Pro എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ബ്രൈഡ് ലൈൻ്റെ കളറുണ്ട്, ഒരു പ്രത്യേക കളറാണ്. നമ്മുടെ മറ്റ് ബ്രൈഡുകൾക്കൊന്നും വരാത്തൊരു കളറാണ്. അതായത് കാമ ബ്ലൂ എന്ന് പറയുന്ന ഒരു ലൈൻ്റെ കളർ കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ലൈൻ്റെ PE എന്ന് പറഞ്ഞാൽ PE3 ആണ് കേട്ടോ. നമുക്ക് ചെറുമീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നവർക്ക് PE 2.5 തൊട്ട് 3.5 4 ഒക്കെ വരെ നമുക്ക് യൂസ് ചെയ്യാം. കാര്യം നമ്മൾ എപ്പോഴും ബ്രൈഡൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേന് PE ആണ് നോക്കിയെടുക്കുന്നത് കേട്ടോ. 45 LB 28 mm ആണ് നമ്മുടെ ലൈൻ വന്നിരിക്കുന്നത്. തിന്ന് ലൈനാണ് കേട്ടോ, ഭയങ്കര തിന്നാണ്. അപ്പോൾ ഉപയോഗിച്ചിട്ടെല്ലാം പറയുന്നത് പറഞ്ഞാൽ ഭയങ്കര കാസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ബ്രൈഡ് നമ്മുടെ റീലിൽ കയറ്റാം. നമ്മുടെ നെവർ ഫെയിൽ ലൈൻ നമ്മുടെ പുതിയ റീലാണ് നമ്മൾ കയറ്റാൻ വേണ്ടി പോകും. നമ്മുടെ ഷിമാനോ സ്കോർപിയോ ഡീസൽ നമ്മൾ കയറ്റാൻ വേണ്ടി പോകും. നല്ല അടിപൊളി ഭംഗിയായിരിക്കും കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കളറൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ പോകുന്നുണ്ടോ, ഇതാണെങ്കിൽ ഒരു നല്ലൊരു ചിറ കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള ചിറയാണ്. നെല്ലൊക്കെ കൊയ്തുണ്ടോ, പ്രാവ് പറഞ്ഞതുണ്ടോ നോക്കണേ കേട്ടോ. അപ്പം ഈ നെല്ലൊക്കെ കൊയ്തപ്പോഴത്തേന് ഇതിന് നെല്ലിൻ്റെ ഓരോ അംശങ്ങളൊക്കെ കൂടെ കിടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നാൻ വേണ്ടി രാവിലെ ഇറങ്ങിയേക്കുവാണ് നമ്മുടെ പ്രാവ് കേട്ടോ. അപ്പോൾ നമ്മളാണ് ഈ രാവിലെ മീനും പിടിക്കാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നമ്മുടെ പുതിയ ബ്രൈഡൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ റീലും ഒക്കെ ആയിട്ട് അത് നമ്മുടെ നെവർ ഫെയിൽ ലൈനും അത് നമ്മുടെ സ്കോർപിയോ ഡീസിയും കൂടെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മളിന്ന് നമ്മുടെ ബ്രൈഡൊക്കെ ഒന്ന് എറിഞ്ഞ് നോക്കും, നമ്മുടെ റീലിൻ്റെ ആ ഒരു സുഖമൊക്കെ എങ്ങനെ അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ രാവിലെ ഇറങ്ങിയേക്കുവാണ്. എൻ്റെ കൂടുതൽ അഖിലുണ്ട്, അനുപേട്ടനൊക്കെ ഉണ്ട്, ബാക്കിലാണ് കേട്ടോ. അവർ വരുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് പതുക്കെ നടന്ന് നമ്മുടെ സ്പോട്ടിലേക്ക് അത് പോകാനുണ്ട്. എന്നിട്ട് പതുക്കെ നമുക്ക് എറിഞ്ഞ് നോക്കാം കേട്ടോ. എന്തൊക്കെയാണല്ലോ നല്ലൊരു അടിപൊളി മോർണിംഗ് ആണ്. ഇത്ര നേരം മഞ്ഞൊക്കെ ആയിരുന്നു, അപ്പോൾ മഞ്ഞൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലും പതുക്കെ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് കോംബോ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ ആ റീലിനകത്ത് ബ്രൈഡൊക്കെ വന്നിട്ട് തന്നെ ഭംഗിയല്ലേ. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന ഫ്രോഗ്ലൂർ ഉണ്ടോ, ഇത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റ് പറഞ്ഞൊരു പുതിയ ബ്രാൻഡിൻ്റെ ഒരു ഫ്രോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പിന്നറൊക്കെ കേട്ടോ. ചെറുമീനും വരാലും വാഹയും എല്ലാം പിടിക്കാം. അപ്പോൾ അത്ര നല്ലൊരു ഫ്രോ ആണ്. എല്ലാം കൂടെ ഒത്തിരി ഫ്രോ ആണ്, നല്ല സോഫ്റ്റാണ്. നമ്മളാണെങ്കിൽ എറിയാൻ വേണ്ടി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതേ ഒരു വിശാലമായി കിടക്കുന്ന ഒരു തോടാണ്. ഇടയ്ക്ക് ഫുള്ള് മുള്ളമ്പാലൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ ഏറുന്നുണ്ടോ, അവിടെ ഒരു മീൻ എടുത്തുണ്ടോ, വാഹ കേട്ടോ. നമ്മുടെ ഈ ഫ്രോഗ് വെച്ചിട്ട് നമ്മുടെ റീൽ എറിയുമ്പോൾ ഉള്ള സൗണ്ടൊക്കെ നിങ്ങൾ നോക്കണേ. അവിടെ ഒരു മീൻ പേരെടുത്തിട്ടുണ്ട്. എന്നാ രസമല്ലേ, നല്ല രസമുണ്ട് കാസ്റ്റിങ്ങുമ്പോൾ ഉള്ള സൗണ്ടൊക്കെ. അപ്പോൾ നല്ല ലോങ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രോ വരുന്നുണ്ടോ അങ്ങ് ലോങ്ങിൽ നിന്ന്. മീനങ്ങ് വരുമ്പോൾ അടിക്കുമ്പോൾ ചെയ്താൽ പൊളിയായിരിക്കും കേട്ടോ. കൊള്ളാം, നല്ല ആക്ഷൻ ഉണ്ട് ഫ്രോഗിനും. ഹാൻഡ് ക്രാഫ്റ്റ് കൊള്ളാം, നല്ല ഫ്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയൊക്കെ എറിഞ്ഞെറിഞ്ഞ് നോക്കാം. നല്ല സൗണ്ട്. ആണോ എന്നാന്നറിയത്തില്ല. അപ്പോൾ നമ്മുടെ നെവർ ഫെയിൽ
ചെറിയ മീനാടാ. ആണോടാ ചെറിയ മീനാടാ. അല്ല വരാലോ. ഓ മുട്ടം വരാല്. ഈ പണ്ടാല് ഞാൻ എവിടെ പോയാലും വരാല് മാത്രമുള്ളടാ. അതെ 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 വലിയ ഫ്രോഗ് അടിച്ച് മുഴുകി വെച്ചിരിക്കുന്നത് കാഴ്ച. നമ്മുടെ സ്കോർപ്പിയോ DC നമ്മൾ ഉദ്ഘാടിപ്പിച്ചത് വരാല് ചെറിയ പിടിക്കുമ്പോൾ ഉദ്ഘാടിപ്പിക്കാൻ വന്ന. അപ്പോൾ അതെ നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഫ്രോ ആണ്. അത്യാവശ്യം വലുപ്പമുള്ള സ്പിന്നറൊക്കെ ഉള്ളൊരു ഫ്രോ ആണ്. നമ്മുടെ നെവർ ഫെയിൽ ലൈൻ നമ്മളിത് ഉദ്ഘാടിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രോ ഒന്ന് അൺഹുക്ക് ചെയ്യാം. റീൽ ഉദ്ഘാടിപ്പിച്ചേ. അപ്പം ദേ നമ്മുടെ ഫ്രോ എന്നോ ഹുക്കപ്പോഴോ അയക്കുന്നേ. അതേന്നേ അടിച്ച് സെറ്റാക്കി അങ്ങ് എടുത്തേക്കുന്നത്. ഇതുണ്ടോ ഫ്രോ ഊരി വന്ന് കുടഞ്ഞപ്പോൾ അണ്ണാക്കിലായിരുന്നു കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രോഗ് ബാക്ക് വശം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഉണ്ടോ ഹുക്കപ്പും കേളൊക്കെ കണ്ടോ പക്ക സെറ്റ് ഹുക്കപ്പാണ്. വെടിക്കെട്ട് ഫ്രോ കേട്ടോ. ഹാൻഡ് ക്രാഫ്റ്റ് ഇപ്പോൾ വന്നേക്കുന്ന ഫ്രോകളെല്ലാം വെടിക്കെട്ട് ഫ്രോ ആണ്. ഓക്കെ നമ്മുടെ വരാൽ ഇവിടെ എന്നോ വരാലാണ്. ഇത് നാടൻ വരാലാണ്. ഇത് വിയറ്റ്നാമി അല്ലത്. ഇത് കണ്ടോ അല്ലേ നല്ല നാടൻ വരാൽ. ഇപ്പം ഇങ്ങനത്തെ വരാൽ ഇല്ലല്ലോ. ഓക്കെ നിൻ്റെ വായിട്ടേക്കട്ടെ. ഏത് കളിക്കടാ? നടുക്കത്തെയോ? ഓക്കെ അപ്പോൾ അതെ കിട്ടിയ മീൻ അതെ അഖിലിൻ്റെ ബാഗിലേക്ക് അങ്ങ് ചാമ്പിയിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് ചാടും വരാലായതുകൊണ്ട്. ഓക്കെ ഓക്കെ നമുക്കാണെങ്കിൽ ഒറ്റ കാസ്റ്റ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ പോകാം കേട്ടോ. നമുക്കിത് ഇവിടെ നിന്ന് അടിച്ചത് വരാനൊന്നും കേട്ടോ. കഴിച്ച് നമ്മളിപ്പോൾ ഉണ്ടല്ലോ കയറി പോകുന്നുണ്ടോ ഫുള്ള് കാടാണ്. ഈ മരത്തിൻ്റെ ആ ഒരു കണ്ടോ ഭയങ്കരമായിട്ട് വള്ളി തൂങ്ങി കിടക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ വൈകിട്ടൊക്കെ വഴി പോകുമ്പം ശരിക്കും പേടിക്കണം കണ്ടോ. ഫുള്ള് ഇരുട്ടായിരിക്കും. അതുപോലെ പാമ്പൊക്കെ നല്ലപോലെ കാണും. നമ്മുടെ റോഡ് റീലൊക്കെ ഉടക്കുന്നുണ്ട് വഴി പോകുമ്പോൾ. അടിപൊളി. Yes, fish on. Yes, fish on. Yes. യെസ് അപ്പോൾ അതേ നമ്മുടെ നെവർ ഫെയിൽ ലൈനിൽ അടുത്തടിച്ചൊക്കെ ചേർമീനാട്ടോ. നമ്മുടെ ലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസാർഡാണ്. ലിസാർഡിൻ്റെ പഴയ വേർഷൻ വന്നായിരുന്നു കേട്ടോ. ഓക്കെ വീഡിയോ ആണെന്ന് അറിയത്തില്ല, കാര്യം ഇപ്പോഴാണ് ഓണാക്കിയത്. അപ്പോൾ നമുക്ക് ഫ്രോ ഒന്ന് വായിന്ന് അൺഹൂക്ക് ചെയ്യാം. ഇത് കേട്ടോ അത്യാവശ്യം ഒരു 1 kg പ്ലസ് ഒരു 1.5 ഇല്ല ഒരു 1.200 കാണുമായിരിക്കും. അത്ര കാണത്തുള്ളൂ. ഫിൻസൊക്കെ വെച്ച് നല്ല ഭംഗിക്കാട്ടോ. അതായത് നമ്മുടെ ലിസാർഡ് ഇരിക്കുന്നുണ്ട് വായിക്കാത്തത്. നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഫ്രോ ആണ്. അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള ഫ്രോ ആണ്. എടുത്തിട്ടുള്ളവരെല്ലാവർക്കും അറിയാമെന്നായിരിക്കും കേട്ടോ. എടുത്തവരൊക്കെ പിന്നെ 10 എടുത്തേക്കെന്ന് പറഞ്ഞേട്ടെ. അത്രയും ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല കാസ്റ്റിംഗ് ഉണ്ട്. മീൻ അടിച്ചാൽ കയറുന്നുണ്ട്. നല്ല അടിപൊളി ഫ്രോ ആണ് നമ്മുടെ ലിസാർഡ് കേട്ടോ. ഇപ്പോൾ വന്നിട്ടുണ്ട്, മാർക്കറ്റിലുണ്ട്. ഓക്കെ എന്തായാലും നമ്മുടെ ലൈൻ ഓക്കെ നമ്മുടെ നെവർ ഫെയിൽ കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നല്ല ലോങ് എറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ വരാലൊക്കെ അടിച്ച സമയത്ത് നിങ്ങൾ കണ്ടില്ല ഭയങ്കര ലോങ് കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അറിയത്തുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കിട്ടിയത് നമുക്കാണെങ്കിൽ ഫ്രോ ഒന്ന് ജസ്റ്റ് അൺഹൂക്ക് ചെയ്യാം. ഓ കണ്ണൊക്കെ പോയി. അവൻ്റെ കണ്ണ ഇങ്ങനെ പോയിരുന്നേ. അവൻ്റെ കണ്ണ അയ്യോ. അതെ നമ്മുടെ മീൻ കേട്ടോ. എൻ്റെ മേത്തൊക്കെ ചിലപ്പോൾ ചോരയായി കാണാൻ വഴിയുണ്ട്. ഇതുണ്ടോ നമ്മുടെ മീൻ. ജസ്റ്റ് മീനെ മാറ്റിയിട്ടേക്കാം. നമുക്ക് ഫ്രോ എന്നിട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഫ്രോ ഉണ്ടോ? ഫ്രോ കണ്ണുണ്ടാകും തെറിച്ച് പോയി. ഫ്രോ നമുക്ക് അതേ പഴയ പൊസിഷനിലേക്കാം. നല്ല സൂപ്പർ ഫ്രോ കേട്ടോ. അടിപൊളി ഫ്രോ ആണ്. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അടുത്ത കാസ്റ്റിലേക്ക് പോയേക്കാം. നമുക്ക് ഇപ്പം മീൻ അടിച്ചത് ഇവിടെ ഇഷ്ടം പോലെ വാഹ എയർ എടുക്കുന്നുണ്ട് നമുക്ക്. ഓക്കെ കറക്റ്റ് സ്പോട്ടിലോട്ടോ. കാര്യം ഇനിയും ചിലപ്പോൾ അടിക്കും കേട്ടോ. പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ മീൻ അടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഗൈസ് നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ പോകുന്നുണ്ട്. ഒരു പാലം കയറി പോകണ്ടോ. ഒരു ഇരുമ്പ് പാലാണ് ഉണ്ടോ. തേങ്ങ കിടക്കുന്നുണ്ട്. കൈകൊണ്ട് പറിക്കാവുന്ന രീതിയിൽ. അയ്യോ സെറ്റ്. ഇതൊക്കെ പണ്ട് നമ്മൾ വന്നിട്ടൊരു സ്ഥലം ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ നാളായി. വൈപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് കേട്ടോ. മറ്റേ ആർച്ചൊക്കെ പോലെ പണി ചെയ്യുന്നുണ്ടോ. പക്ഷേ ഇതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇവിടെയൊക്കെ പൊളിഞ്ഞിടക്കും കേട്ടോ. കാലൊക്കെ പോയ പണി കിട്ടും. നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര വ്യൂ കേട്ടോ. നിങ്ങൾ നോക്കി കണ്ടം കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രാക്ടർ കിടപ്പുണ്ട് കണ്ടോ. സെറ്റായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇവിടുന്നാലും അതൊക്കെ അങ്ങോട്ട് പോകാം. അയ്യോ എന്നൊരു വ്യൂ അല്ലേ. നല്ല കാറ്റുണ്ട് ഇവിടെ. ഓക്കെ അടിപൊളി.
ഫുള്ള് തെങ്ങുന്ന നല്ല ക്ലീനായി കിടക്കുന്നുണ്ടോ, ഒരു വേസ്റ്റും ഇല്ല, ഒന്നുമില്ല, അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ. ആഹാ, yes, for sure. F never fail. ഹെവി ഒന്നും അല്ലല്ലേ. അപ്പം നമ്മുടെ സ്കോർപിയോൺ DC ആ നെവർ ഫെയിൽ കോംബോ നല്ല മീനാണ്, കുഴപ്പമില്ലല്ലേ. അമ്പോ നല്ല അടിപൊളി സ്ട്രൈക്ക് തന്നെ കണ്ടായിരുന്നോ. അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ മീൻ കേട്ടോ, നമ്മുടെ ഫസ്റ്റ് മീൻ, ഇന്നത്തെ രാവിലത്തെ ഫസ്റ്റ് മീൻ ഓൺ സ്കോർപിയോൺ DC. കുഴപ്പമില്ല, നമ്മൾ രണ്ടാമത്തെ ചെറുമീൻ നമ്മൾ പിടിക്കുന്നത്, ഒരാളാണ് ഫസ്റ്റ് പിടിച്ചത്. ഓക്കെ, നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഫ്രോ കേട്ടോ, പോപ്പറാണ് നമ്മൾ എറിഞ്ഞത് കേട്ടോ, പോപ്പറിൽ അടിച്ചിരിക്കുന്നത്. ദേ കിട്ടിയ മീനെ കണ്ടോ, ഒരു 1 kg പ്ലസ് കേട്ടോ, ഒരു 1.5 കിലോ ആണായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഫ്രോഗിൻ്റെ ഹുക്ക് കണ്ടോ, ജസ്റ്റ് ഞാൻ താഴെ വെച്ചോട്ടെ. എന്നിട്ട് ഞാൻ മീൻ ഒന്നര കാണിക്കാം. ഇത് കണ്ടോ, നല്ലൊരു മീൻ കേട്ടോ, ഒരു 1.5 കിലോ ഒക്കെ വരുന്നൊരു ചെറുമീനാണ് കിട്ടിയേക്കുന്നത്. അവിടെ കിടക്ക് തൽക്കാലം നമുക്ക് ഫ്രോ ഒന്ന് പഴയ പൊസിഷൻ ചെയ്യാം. നേരെ കണ്ടോ ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് ഇട്ടാച്ചാൽ മതി. എന്നിട്ട് അടിവശം കണ്ടോ, ഹെവി ഹുക്കാണ് കേട്ടോ, ഭയങ്കര ഹെവി ഹുക്കാണ്, ഭയങ്കര ഹെവിയാണ്. വാഹയൊക്കെ അടിച്ചാലും കയറിപ്പോരും. പോപ്പറായതുകൊണ്ട് വാഹ പിടിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇത് മേക്ക് ചെയ്തേക്കുന്നത്. നേരെ ഇങ്ങനെ വലിച്ച് അങ്ങോട്ട് ഇട്ടാൽ നമ്മുടെ ഫ്രോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്രോ കേട്ടോ, നല്ല ആക്ഷനുണ്ട്. ഓക്കെ, ഹാൻഡ് ക്രാഫ്റ്റ്. അപ്പം നമുക്ക് ഒന്നുകൂടി എറിഞ്ഞ് നോക്കാം. നമുക്ക് മീൻ അടിച്ചതിൻ്റെ അവിടെ തന്നെ നോക്കാം. നെവർ ഫെയിൽ കൊള്ളാം, നല്ല കാസ്റ്റിങ്ങും ഉണ്ട്. ഇതിപ്പോൾ തൊട്ടടുത്ത് നമ്മൾ എറിഞ്ഞേക്കുന്നത്. രാവിലെ വെട്ടമൊക്കെ ഇങ്ങനെ വീണ് വരുന്നത് കേട്ടോ. നമ്മളെന്നും രാവിലെ ഇപ്പോൾ വരുന്നേ ഒരു ചിറയൊക്കെ നടന്നു കേട്ടോ. ഇത് കണ്ടോ, മറ്റേ ഒലുമരത്തിൻ്റെ പഴയ കാലത്ത് ഒലുമരം നിൽക്കുന്നില്ലേ, അതുപോലെ ഉണ്ട്. അക്വേഷ്യ, ഇവിടെ അല്ല അക്വേഷ്യ കൂടുതലും കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, ചെറുമീൻ. എൻ്റെ പൊന്നെ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത മീൻ ഓൺ നമ്മുടെ ലൂഡാഡി നെവർ ഫെയിൽ ചെറുമീൻ കേട്ടോ, നല്ല സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ചെറുമീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ ഫ്രോ ഇരിക്കുന്നുണ്ടോ വായിക്കാത്ത, നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഫൈറ്റ് കിട്ടി, തൊട്ടടുത്ത് അടിച്ച കേട്ടോ. യെസ്, നമ്മുടെ ഫ്രോ നമ്മൾ അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മീനെ കാണിക്കാം കേട്ടോ, 1 കിലോ മണ്ടേ കാണും കേട്ടോ മീൻ. ഇത് നമുക്ക് പിടയ്ക്കല്ലേ, വേറെ ഒന്നുമല്ല, എൻ്റെ റീല ചെളിയാക്കായിരുന്നാൽ മതി. നീ ആവശ്യത്തിന് പിടച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോ ഇത് പഴയ പൊസിഷനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഫ്രോ സത്യം പറഞ്ഞാൽ കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ വരുമായിരിക്കും സാധനം, എങ്കിലും ഇനി ഉടനെ ഒന്നും കിട്ടത്തില്ല ഈ ഫ്രോ കേട്ടോ. കാര്യം ഇപ്പം വന്നിട്ടില്ലേ സാധനം, ക്വാളിറ്റി ടെസ്റ്റിന് വന്നതാണ്. അത് നമുക്ക് കിട്ടിയ ചെറുമീനെ കേട്ടോ, ഒരു 1 kg 1.5 kg ഉള്ള ചെറുമീൻ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ തൽക്കാലം നമുക്ക് കിടക്കട്ടെ, ഇവിടെ നമുക്ക് ചാക്കിലിടാം. നമുക്കിപ്പോൾ മീൻ അടിച്ചതിൻ്റെ അവിടെ ഒന്ന് എറിഞ്ഞ് നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് മീൻ അടിച്ചേ, ഇവിടെ നിന്ന് എറിഞ്ഞ് അവിടെ ഒരു മീനുണ്ട്. നമ്മുടെ ഫസ്റ്റ് കിട്ടിയ മീൻ കിടക്കുന്നു, രണ്ടാമത്തെ മീൻ നമ്മൾ ചാക്കിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ടേ നേരെ ബാഗിലേക്ക് വെച്ചേക്കാം. ഓക്കെ, നമ്മളാണെങ്കിലുണ്ടല്ലോ വേറൊരു അതോടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് കാടാണ്, അതിൻ്റെ അനങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കി, അയ്യോ, നമുക്ക് ഇതിൻ്റെയൊക്കെ ഈ വാതിലുണ്ടോ, ഇങ്ങനോടത്തൊക്കെ മീൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്.
ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യും. അടിപൊളി കൈസ്. ഒരു മാവ് നിറച്ച് മാങ്ങ കിടക്കുന്നുണ്ടോ? എങ്ങനെ പറിക്കുമെന്നറിയത്തില്ല. രണ്ടെണ്ണം പറിച്ച് തിന്ന് നോക്കാന്നല്ലേ. ഇത് മൂവാണ്ട മാങ്ങ കേട്ടോ, കിണ്ണം കാച്ചി മാങ്ങയാണ്. ആ താഴെ ഒരു കമ്പ് ഒരു മാങ്ങ കിടപ്പുണ്ട്, നമുക്ക് പറ്റിയെടുപ്പുണ്ട്. ഒരെണ്ണം പറിക്കാമല്ലേ? എല്ലാവരും പറയുമോ? ഇതുണ്ടോ നല്ല തക്കട് പോലൊരു മാങ്ങ, കറ ചീറ്റിയുണ്ടോ? ഓക്കെ, കറ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കടിച്ച് നോക്കാം കേട്ടോ. നല്ല മൂവാണ്ട മാങ്ങയാണ്. കാര്യം ഇപ്പോൾ സീസൺ ആയിക്കൊണ്ടിരിക്കണം മാങ്ങയുടെ കേട്ടോ. മൂവാണ്ട മാങ്ങ അല്ലെങ്കിലും വേറൊരു മുതൽ താനാണ്. ചെനച്ചിട്ടൊന്നുമില്ല, ചെനക്കോട് ചെയ്ത് തുടങ്ങിയല്ലോ. സൂപ്പറാണ്. ചെനക്കാന്ന് പറഞ്ഞാൽ പഴുക്കുന്നതിന് മുന്നേ ഉള്ള സംഭവം കേട്ടോ. ആ ഒരു സമയം കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല. കോറോണയോടുകൂടി മാങ്ങ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ മാറാൻ തന്നെ കൊള്ളാം. ചെറിയ പുളിയുണ്ട്, ഇച്ചിരി ഉപ്പും മുളകും ഉണ്ടെന്ന് വൈബ് വേണം. നമ്മുടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ചെറുമീനാണ് നോക്കട്ടെ. യെസ്, ചെറുമീൻ തന്നെ. അമ്പോ, അപ്പോൾ മൂന്നാമത്തെ ചെറുമീൻ ഓൺ നെവർ ഫെയിൽ സ്കോർപിയോൺ DC. എൻ്റെ പൊന്നെ, അടിപൊളി കേട്ടോ. ഹൈവ സെറ്റ്, നല്ല മാര ഹുക്കപ്പ് കേട്ടോ. നല്ല ഹുക്കപ്പായിട്ടുണ്ട്, കൊള്ളാം. അടിപൊളി ഒരു ചെറിയ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു 1.5 kg കാണുമായിരിക്കും. അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡ് കേട്ടോ നെവർ ഫെയിൽ കൊള്ളാം. നല്ല കാസ്റ്റിംഗ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്രയും നല്ല അഭിപ്രായമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്കോർപിയോനെ കയറ്റി. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ബ്രൈഡ് ഇതൊക്കെ കേട്ടത്തില്ലായിരുന്നു. സൂപ്പർ ലൈനാണ്. ഓക്കെ, നമ്മുടെ ഫ്രോഗ് നമ്മൾ അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗ്. അതെ, നമ്മുടെ ചെറുമീൻ നമ്മൾ 4 എറിയും പിടിച്ചു കേട്ടോ, നമ്മുടെ ലൈനിലും അതുപോലെ പുതിയ റീലിലും കേട്ടോ. ഓക്കെ, സെറ്റ്. നേരെ ബാഗിലോട്ട് ഇറക്കിയേക്കാം. ഇനി നീ എന്നാ വെള്ളം കാണിച്ചോ, ബാഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇച്ചിരി നൗസായി കിടപ്പുണ്ട്. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് കാസ്റ്റിംഗ് കേട്ടോ. തിരിച്ച് കയറിപ്പോയേക്കുവാണ്. അടിയാണ്, പൊളിയായിരിക്കും. ഇപ്പം വെയിൽ കണ്ടല്ലോ, ഭയങ്കര വെയിലാണ്. ഇപ്പം നമ്മളൊരു മരത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നു വരുവാണ്. ഇനി ഭയങ്കര വെയിലേക്ക് കയറാൻ വേണ്ടി പോകട്ടോ. കാര്യം സമയം ഇപ്പോൾ 8-9 മണിയായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി കേട്ടോ. നമുക്ക് ഇന്നലെ വന്നപ്പോൾ മീൻ കിട്ടി, നമുക്ക് ഇന്നും 2-3 ചെറുമീൻ കിട്ടി. എന്തൊക്കെയാണ് നമ്മുടെ ബ്രൈഡ് ഒരു രക്ഷയില്ല കേട്ടോ, നെവർ ഫെയിൽ, ഒരു രക്ഷയില്ല. സ്ക്രാച്ച് കളൊന്നും വീണില്ല. പിന്നെ ചെളിക്കകത്ത് യൂസ് ചെയ്തപ്പോഴത്തേന് കളർ ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കി സ്ക്രാച്ച് കളൊന്നും വേണ്ടില്ല കേട്ടോ, ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. നല്ല ആക്യുറസി എറിയാൻ പറ്റുന്നുണ്ട്. പുല്ലുള്ളിടത്തോടെയൊക്കെ വലിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ തിരിച്ച് കയറി പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യാം. നമുക്ക് കിട്ടിയ മീനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, ആദ്യം കിട്ടുമ്പോൾ പടിയായിപ്പോൾ കേട്ടോ. ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം കിട്ടിയത്. ഉള്ളത് ഇച്ചിരി മുഴുത്ത മനുവനാണ് കേട്ടോ. ഇത് കേട്ടോ, ഉള്ള ഇച്ചിരി ഹെവി ആയിട്ടുള്ള മനുവനാണ്. ഒരു 1.5 കിലോ കാണുമായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ 2 എണ്ണം. അയ്യോ, ഇത് ഒരെണ്ണം. ഇതൊരു 1.25 കിലോ 1.300 സൈസ് വരും കേട്ടോ. ഓക്കെ, ഇവനൊരു 1.200 രൂപയായിരിക്കും. അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. ടോട്ടൽ നമുക്ക് നമ്മുടെ സ്കോർപിയോൺ DC, അപ്പോൾ നമ്മുടെ നെവർ ഫെയിൽ അതിനോട് കൂടി നമുക്ക് 4 ചെറുമീനും നമുക്കൊരു വരാലും കിട്ടും. നമുക്ക് ടോട്ടൽ 5 മീൻ കിട്ടിയിട്ടുണ്ട്. വരാൽ അത്യാവശ്യം നല്ല വലിയ വരാലായിരുന്നു. 1/2 കിലോ മണ്ടേ വരാലായിരുന്നു കേട്ടോ. ചെറുമീൻ നമുക്ക് 4 കിട്ടി. ഒരെണ്ണം നമുക്ക് ഇന്നലെ കിട്ടിയത്, ഇപ്പോൾ കിടക്കുന്ന 3 ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ഇത്രയും മീനൊക്കെ പിടിച്ചിട്ട് അതുപോലെ നല്ല ലോങ് കാസ്റ്റിംഗ് ഇടുന്നുണ്ട് നമ്മുടെ നെവർ ഫെയിൽ കേട്ടോ. നമുക്ക് ബ്രൈഡ് സ്ക്രാച്ച് കാണുന്ന പറഞ്ഞില്ല. നമ്മൾ നല്ല പുല്ലുകളെടുത്തൊക്കെയാണ് വലിച്ചത്. നമുക്ക് ഫസ്റ്റ് ചെറുമീൻ കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും. നല്ല പോളയും പുല്ലൊക്കെയാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ 2.8 mm മീൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് കിട്ടിയ മീനുകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയാണ് ബെൽ ബട്ടൺ എവിടെയൊക്കെ എനേബിൾ വെക്കുക. നമ്മൾ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നമുക്ക് ഒരു അടിപൊളി വീഡിയോ കാണാം. ബൈ.